അതിഗുരുതരമായ പ്രതിസന്ധിയിലൂടെയാണ് US കടന്നു പോകുന്നത്. US ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട് ഡൗൺ രാജ്യത്തെ അടിമുടി തകർത്തു. 40 ദിവസം നീണ്ടുനിന്ന അടച്ചുപൂട്ടൽ ജനങ്ങളെ വെള്ളം കുടിപ്പിച്ചു. ഞായറാഴ്ച 2100 വിമാന സർവീസുകളാണ് റദ്ദാക്കിയത്. അടച്ചുപൂട്ടൽ US-ലുണ്ടാക്കിയ പ്രതിസന്ധിയുടെ ആഴം വെളിപ്പെടുത്തുന്നതായിരുന്നു ഈ തീരുമാനം. ഒരു ആശ്വാസ വാർത്ത ഇപ്പോൾ US-ൽ നിന്ന് വരുന്നുണ്ട്. ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാൻ സെനറ്റിൽ ഒത്തുതീർപ്പുണ്ടായതായാണ് റിപ്പോർട്ട്. ഇതോടെ ജീവനക്കാരുടെ പിരിച്ചുവിടൽ മരവിപ്പിക്കും. ധനാനുമതി ബിൽ ജനുവരി 31 വരെ അംഗീകരിച്ചു. 8 ഡെമോക്രാറ്റ് അംഗങ്ങളും ഇതിനെ പിന്തുണച്ചതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഷട്ട് ഡൗൺ ഉടനെ അവസാനിപ്പിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി. ഇതോടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഷട്ട് ഡൗണിനാണ് അവസാനമാകുന്നത്. ഡെമോക്രാറ്റുകളുടെ പ്രധാന ആവശ്യമായ ആരോഗ്യ പരിരക്ഷാ നികുതി ഇളവ് ഇപ്പോഴില്ല. ഇക്കാര്യം അടുത്ത മാസം പരിഗണിക്കാൻ ധാരണയായിട്ടുണ്ട്. ഷട്ട് ഡൗൺ അവസാനിപ്പിക്കാൻ ഇനി ജനപ്രതിനിധി സഭ അംഗീകരിക്കണം. തുടർന്ന് പ്രസിഡന്റ് ട്രംപ് ബില്ലിൽ ഒപ്പുവയ്ക്കണം. ഈ ആഴ്ച തന്നെ അതുണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അടച്ചുപൂട്ടൽ 6ാം ആഴ്ചയിലേക്ക് കടന്നതോടെ സാമ്പത്തികവും രാഷ്ട്രീയവുമായ കടുത്ത സമ്മർദ്ദമാണ് ഉണ്ടായത്. ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായ അമേരിക്കയ്ക്ക് സർക്കാർ പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ട് അനുവദിക്കുന്ന ബിൽ പാസ്സാക്കാൻ കഴിയാതെ വന്നതോടെയാണ് 6 വർഷത്തിനിടെ ആദ്യത്തെ ഷട്ട് ഡൗണിലേക്ക് കടന്നത്. അത്യാവശ്യ സർവീസുകൾ ഒഴികെ മറ്റെല്ലാ സർക്കാർ സേവനങ്ങളും പൂർണ്ണമായോ ഭാഗികമായോ നിലയ്ക്കുന്നതാണ് ഷട്ട് ഡൗൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതാദ്യമായല്ല അമേരിക്കയിൽ ഷട്ട് ഡൗൺ ഉണ്ടാകുന്നത്. 2018 ഡിസംബറിലും ഷട്ട് ഡൗൺ അമേരിക്കയിലുണ്ടായി. അതും ട്രംപിൻ്റെ ഭരണകാലത്ത് തന്നെ. 35 ദിവസമാണ് നീണ്ടുപോയത്. വിവിധ ഏജൻസികളിലെ 8 ലക്ഷം ഫെഡറൽ ജീവനക്കാരിൽ 3,40,000 പേരെയാണ് അന്ന് പിരിച്ചുവിട്ടത്. ഒക്ടോബർ 1-നാണ് US-ൽ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്നത്. അതിനു മുമ്പ് സർക്കാർ ചെലവുകൾക്കുള്ള ധന അനുമതി ബിൽ കോൺഗ്രസ് പാസാക്കി പ്രസിഡന്റ് ഒപ്പുവയ്ക്കേണ്ടതുണ്ട്. എന്നാൽ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റുകളും തമ്മിലുള്ള രൂക്ഷമായ തർക്കങ്ങൾ കാരണം ഇത്തവണ ബിൽ പാസ്സായില്ല. മുൻപ് നിലവിലുണ്ടായിരുന്നതും പിന്നീട് ട്രംപ് ഭരണകൂടം വെട്ടിക്കുറച്ചതുമായ ചില ആരോഗ്യ ഇൻഷുറൻസ് സബ്സിഡികളും ആനുകൂല്യങ്ങളും ബില്ലിൽ പുനഃസ്ഥാപിക്കണമെന്ന ഡെമോക്രാറ്റുകളുടെ ആവശ്യം റിപ്പബ്ലിക്കൻ പാർട്ടിയും വൈറ്റ് ഹൗസും നിരാകരിച്ചതോടെയാണ് തർക്കം രൂക്ഷമായത്. അനധികൃത കുടിയേറ്റക്കാർക്ക് മെഡിക്കൽ ആനുകൂല്യങ്ങൾ നൽകാനുള്ള ഡെമോക്രാറ്റുകളുടെ ശ്രമമാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ട്രംപിൻ്റെ ആരോപണം. കുടിയേറ്റക്കാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ പരിരക്ഷാ സ്കീമുകൾ നൽകുമ്പോൾ അത് കൂടുതൽ പേരെ അമേരിക്കയിലേക്ക് എത്താൻ പ്രേരിപ്പിക്കും. ഒരു രാജ്യത്തിനും ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാകില്ലെന്നും അതുകൊണ്ടാണ് കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നതുമാണ് ട്രംപിൻ്റെ വിശദീകരണം. ബിൽ പാസ്സാകാൻ 60 വോട്ടുകളായിരുന്നു സെനറ്റിൽ ആവശ്യമായിരുന്നത്. 53 അംഗങ്ങൾ മാത്രമുള്ള റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് ബിൽ പാസ്സാക്കണമെങ്കിൽ ഡെമോക്രാറ്റുകളുടെ പിന്തുണ അനിവാര്യമാണ്. ഈ പിന്തുണ ലഭിക്കാതെ വന്നതോടെയാണ് അമേരിക്കയിൽ ഷട്ട് ഡൗൺ വന്നത്.